ഓ ശ്രീ മഹാദേവ്യൈ നമ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 28ാമത്തെ പഠന ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളിലായി 312ാമത്തെ നാമം വരെ നാം പഠിച്ചു. ഇന്ന് 313ാമത്തെ നാമം മുതൽ പഠിക്കാം. നാമം 313 രമ. ഓം രമായൈ നമഃ. മഹാലക്ഷ്മിയുടെ സ്വരൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും രൂപത്തിൽ നർത്തകിയെപ്പോലെ പ്രത്യക്ഷപ്പെട്ടവൾ. ലക്ഷ്മീർ വാഗാദിരൂപേണ നർത്തകീവ വിഭാതിയ എന്ന് സൂതസംഹിതയിൽ പറയുന്നു. ദേവി ആദ്യമായി അവതരിച്ചത് ലക്ഷ്മി ദേവിയുടെ രൂപത്തിലാണെന്ന് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നു. സമ്പത്തും ഐശ്വര്യവും ദാനം ചെയ്ത് മനുഷ്യരെ രമിപ്പിക്കുന്നവൾ രമ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ലക്ഷ്മി ദേവിയുടെ പര്യായങ്ങളിൽ ഒന്നാണ് രമ. ലക്ഷ്മി, പത്മാലയ, പത്മ, കമല, ശ്രീഹരിപ്രിയ, ഇന്ദിര, ലോകമാത, മാ രമ, മംഗലദേവത, ഭാർഗവി, ലോകജനനി, ക്ഷീരസാഗര കന്യക, ഇതെല്ലാം ദേവിയുടെ പര്യായങ്ങളാണ്. പ്രസിദ്ധമായ ഈ പര്യായങ്ങൾ അമരകോശത്തിലെ സ്വർഗവർഗം 32ഉം 33ഉം ശ്ലോകങ്ങളാണ്. ഈ 14 നാമങ്ങളും ഭഗവതിയുടെ പേരുകളാണെന്ന് അമരകോശത്തിൽ പറയുന്നു. നാമം 314 രാഗേന്ദുവദന. ഓം രാഗേന്ദുവദനായൈ നമഃ. രാഗ അധികം ഇന്ദു എന്നാണ് പദങ്ങൾ. രാഗേന്ദു എന്നാൽ രാഗയിലെ ഇന്ദു. രാഗ എന്നാൽ പൗർണമി. രാഗേന്ദു വദന എന്നാൽ പൗർണമി ചന്ദ്രനെ പോലെ മനോഹരമായ മുഖത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. പൂർണ്ണചന്ദ്രനെ കാണാൻ മനോഹരമാണ്. കൂടാതെ പൗർണമി ചന്ദ്രിക ശീതള ഛായ പരത്തുന്നു. അത് കാരുണ്യത്തിൻ്റെ ഛായയാണെന്നാണ് വ്യാഖ്യാനം. ഇത് ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണനയാണ്. പൗർണമിചന്ദ്രൻ്റെ ശീതള ഛായയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ആനന്ദവും ഉന്മേഷവും കിട്ടുന്നതുപോലെ ദേവിയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തന് ഒരിക്കലും ക്ഷീണം തോന്നുകയില്ല. ഭക്തന് ആനന്ദവും ഉന്മേഷവും ലഭിക്കുന്നു. അമരകോശത്തിൽ കാലവർഗം 8ാം ശ്ലോകത്തിൽ പക്ഷാന്തൗ പഞ്ചദശൗ ദ്വേ പൗർണമാസീതു പൂർണിമ കലാഹീനെ സാനുമതി പൂർണേ രാഗ നിശാകരെ എന്ന് പറയുന്നു. ചന്ദ്രൻ പൂർണ്ണമായിരിക്കുമ്പോഴാണ്, അതായത് പൗർണമി ചന്ദ്രനെയാണ് രാഗേന്ദു എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 315 രതിരൂപ. ഓം രതിരൂപായൈ നമ. രതി അധികം രൂപ. രതി എന്നാൽ കാമദേവൻ്റെ പത്നി. രതീദേവി അതിസുന്ദരിയായിരുന്നുവെന്ന് പ്രസിദ്ധം. രതിയെപ്പോലെ അതിസുന്ദര രൂപമാണ് ദേവിക്കെന്നും വ്യാഖ്യാനം. വിഷയാനന്ദം തന്നെ രൂപമായവളെന്നും അർത്ഥമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായതും ശൃംഗാരരസത്തിൻ്റെ അടിസ്ഥാനവുമായ രതിഭാവം ദേവിയുടെ തന്നെ രൂപമാണ്. സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ ഇപ്രകാരം പറയുന്നു: രമ, രാഗേന്ദുവദന എന്നീ നാമങ്ങൾ കൊണ്ട് യഥാക്രമം ഈ എന്ന വർണ്ണത്തെയും അനുസ്വാരത്തെയും ഉദ്ധരിച്ച് രതിരൂപ എന്ന പദം കൊണ്ട് കാമകലയെ സൂചിപ്പിച്ചിരിക്കുന്നു. കലാതു ഷോഡശോ ഭാഗോ ബിംബോ സ്ത്രീമണ്ഡലം ദൃശ. ചന്ദ്രൻ്റെ 16ൽ ഒരു ഭാഗത്തിൻ്റെ പേര് കല എന്നാണ്. അമരകോശത്തിൽ ദിക്വർഗം 17ാം ശ്ലോകത്തിൽ ചന്ദ്രൻ്റെ ഈ കലയ്ക്ക്, അതായത് 6ാമത്തെ കലയ്ക്ക് രതി എന്നാണു പേര്. കലാരൂപിണി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു.
നാമം 316 രതിപ്രിയ. ഓം രതിപ്രിയായൈ നമഃ. രതി അധികം പ്രിയ. രതിക്ക് പ്രിയമായവളെന്നും രതിഭാവത്തെ അതായത് പ്രണയഭാവത്തെ ഇഷ്ടമായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. കാമേശ്വരാഗ്നിയിൽ ഭസ്മമായ കാമദേവനെ പുനർജീവിപ്പിച്ച് കിട്ടാൻ ദുഃഖം കൊണ്ട് തളർന്ന രതിദേവിയെ കാട്ടിക്കൊടുത്തിട്ട് ബ്രഹ്മാദി ദേവന്മാർ ദേവിയോട് പ്രാർത്ഥിച്ചു. കാരുണ്യം നിറഞ്ഞ ദേവി തൻ്റെ കാന്തനായ കാമേശ്വരനെ കടാക്ഷിച്ചപ്പോൾ കാമദേവൻ പുനർജനിച്ചു. മുജ്ജന്മത്തിലെ പത്നിയായ രതിദേവിയെ ആനന്ദിപ്പിക്കുന്നവനുമായ കാമദേവൻ പുനരാവിർഭവിച്ചു. രതിദേവിക്ക് മഹാദേവിയെ അത്രയ്ക്ക് ഭക്തിയും ദേവിക്ക് ഭക്തയായ രതിയെ അത്രയ്ക്ക് പ്രിയവുമാണ്. അതാണ് രതിപ്രിയ എന്ന നാമം ദേവിക്കുണ്ടായത്. നാമം 317 രക്ഷാകരി. ഓം രക്ഷാകരിയൈ നമഃ. രക്ഷാകരി എന്നാൽ രക്ഷകി, രക്ഷിക്കുന്നവൾ എന്നാണ് അർത്ഥം. ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ എന്നാണ് പ്രത്യേകിച്ചും അർത്ഥമാകുന്നത്. 266 നാമം ഗോപ്ത്രി എന്നതിൻ്റെ അർത്ഥവും ലോകരക്ഷ ചെയ്യുന്നവൾ എന്നാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ഭസ്മമെന്നും പദത്തിന് അർത്ഥമുണ്ട്. രക്ഷയെ ചെയ്യുന്നവൻ രക്ഷാകരൻ, അതായത് ഭസ്മധാരിയായ പരമശിവൻ. രക്ഷാകരൻ്റെ പത്നി രക്ഷാകരി എന്നും നാമം. ഭക്തരുടെ പാപങ്ങളെയും ദുഃഖങ്ങളെയും ഭസ്മീകരിക്കുന്നവളെന്നും പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രളയകാലത്ത് പ്രപഞ്ചത്തെ ഭസ്മമാക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നാമം 318 രാക്ഷസഗ്നി. ഓം രാക്ഷസഗ്ന്യൈ നമഃ. രാക്ഷസന്മാരെ ഹനിച്ച് ലോകത്തെ പരിപാലിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ദേവി അസുരന്മാരെയും രാക്ഷസന്മാരെയും കാലാകാലങ്ങളിൽ വധിച്ചാണ് ലോകപരിപാലനം നടത്തിയത്. ഭക്തന്മാരുടെ മനസ്സിലെ ദുഷ്ടചിന്തകളെ ഇല്ലാതാക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട്. ഈ അർത്ഥം തന്നെയാണ് 599 നാമമായ ദൈത്യഹന്ത്രി എന്ന നാമത്തിൻ്റെ അർത്ഥവും. നാമം 319 രാമ. ഓം രാമായൈ നമഃ. രാമ എന്നാൽ രമിപ്പിക്കുന്നവൾ, സുന്ദരിയായവൾ, സ്ത്രീ എന്നെല്ലാമാണ് അർത്ഥം. യോഗികൾ ആരിൽ രമിക്കുന്നുവോ അഥവാ യോഗികളുടെ ഹൃദയത്തെ ആര് ആകർഷിക്കുന്നുവോ അവൾ. ജഗത്തിലെ സകല സ്ത്രീകളുടെയും രൂപം പൂണ്ടവൾ, വീടുകളിൽ ഐശ്വര്യമായിരിക്കുന്നവൾ എന്നെല്ലാം വ്യാഖ്യാനമുണ്ട്. സ്ത്രീയ സമസ്ത സകലാ ജഗത്സു എന്ന് ദേവി മഹാത്മ്യത്തിൽ 11 അധ്യായത്തിൽ നാരായണീ സ്തുതിയിൽ 5 ശ്ലോകത്തിൽ ദേവിയെ സ്തുതിക്കുന്നുണ്ട്. സകല സ്ത്രീകളും ദേവിയുടെ അംശങ്ങൾ ആകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പുല്ലിംഗ ശബ്ദം കൊണ്ട് കുറിക്കുന്നതെല്ലാം രുദ്രനാണെന്നും സ്ത്രീലിംഗം കൊണ്ട് കുറിക്കുന്ന സർവ്വതും ഗൗരിയുടെ വിഭൂതികളാണെന്നും മിക്ക പുരാണങ്ങളിലും പറയുന്നു. രാമ എന്ന നാമത്തിന് ലക്ഷ്മി രൂപിണി എന്നും നദി എന്നൊരു അർത്ഥമുള്ളതിനാൽ പുണ്യതീർത്ഥരൂപം ധരിച്ചവൾ എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനിച്ച് കാണുന്നു. സുന്ദരീ രമണീ രാമ എന്ന് അമരകോശത്തിൽ മനുഷ്യവർഗ 4 ശ്ലോകത്തിൽ പറയുന്നു. രമയതീതി രാമ എന്ന് വിഗ്രഹം. രമിപ്പിക്കുന്നവളുടെ പേര് രാമ. രമന്തേ യോഗിനോസ്യാമിതി രാമ എന്നും വിഗ്രഹം. ഇനി നാമം 320 രമണലമ്പട. ഓം രമണലമ്പടായൈ നമഃ. രമണ അധികം ലമ്പട. രമണനിൽ ലമ്പടയായവൾ, അതായത് പതിയായ കാമേശ്വരനിൽ തൃഷ്ണയുള്ളവൾ.
മുൻ നാമത്തിൽ എല്ലാ സ്ത്രീകളെയും രാമ എന്നു പറഞ്ഞു. അപ്പോൾ സ്ത്രീരൂപത്തിൽ അവരവരുടെ ഭർത്താക്കന്മാരെ രമിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതും ഭർത്താക്കന്മാരിൽ ദൃഢമായ പ്രേമവും ഭക്തിയും നിലനിർത്തുന്നതും ദേവിയാണെന്ന് വ്യാഖ്യാനിച്ചു കാണുന്നു. പതിയിൽ അതിയായ പ്രീതിയുള്ളവളെന്നും പതിയെ രമിപ്പിക്കുന്നതിൽ അതിയായ തൃഷ്ണയുള്ളവൾ എന്നും നാമത്തിൻ്റെ അർത്ഥം. ദേവിയുടെ പാതിവൃത്യവും സൂചിപ്പിക്കപ്പെടുന്നു. നാമം 321 കാമ്യ. ഓം കാമ്യായൈ നമഃ. കാമിക്കത്തക്കവൾ എന്നും കമനീയ രൂപമുള്ളവൾ എന്നും അർത്ഥമുണ്ട്. ഭക്തി ജ്ഞാനയോഗ മാർഗങ്ങളിലൂടെ പ്രാപിക്കപ്പെടുവാൻ ഏറ്റവും യോഗ്യയായവൾ എന്നെല്ലാമാണ് നാമത്തിൻ്റെ അർത്ഥം. കാമ്യ എന്നാൽ തിഥി ദേവതമാരിൽ ഒരാളാണ്. കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയിലെ, അതായത് കറുത്തപക്ഷത്തിലെ 12ാം രാത്രിയിലെ ദേവതയാണ് കാമ്യ. ദേവി ഉൾപ്പെടെ 16 നിത്യാദേവിമാരുണ്ടെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാമ്യ എന്ന പദം ദേവി അതിസുന്ദരിയാണെന്നും സൂചിപ്പിക്കുന്നു. ഇനി നാമം 322 കാമകലാരൂപ. ഓം കാമകലാരൂപായൈ നമഃ. കാമകലാരൂപയുടെ രൂപത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. എതിർ ലിംഗത്തിലുള്ള ജീവികളോട് തോന്നുന്ന ആകർഷണത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് കാമകല. ഇത് ദേവി തന്നെയാണ്, ദേവിയുടെ ചൈതന്യമാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ബലം ബലവതാമസ്മി കാമരാഗവിവർജിതം ധർമ്മവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ അർജുന, ബലവാന്മാരുടെ കാമരാഗങ്ങൾ തീണ്ടാത്ത ബലം ഞാനാകുന്നു. ജീവികളിലെ ധർമ്മവിരുദ്ധമല്ലാത്ത കാമവും ഞാനാകുന്നു. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഭഗവാനാണ്. അത് തന്നെയാണ് ദേവീ ചൈതന്യവും. ഹ്രീം എന്ന ദേവീ പ്രണവത്തിൻ്റെ, അതായത് കാമകലാ ശബ്ദത്തിൻ്റെ അന്തിമധ്വനിയായ ഈം എന്ന സ്വരത്തിൻ്റെ അനന്തതയുള്ളവൾ, കാമകലയെന്നു പേരുള്ളതും കാമാഗ്നി ചന്ദ്രമയവും ആയ ബിന്ദുത്രയം, 3 ബിന്ദുക്കൾ, മുകളിൽ രജോ ഗുണപ്രധാനനായി അഗ്നിസ്വരൂപനായി ബ്രഹ്മാവിനെ കാണിക്കുന്നതായി ഒരു ബിന്ദു, അതിന് താഴെ സത്വതമോ ഗുണപ്രധാനങ്ങളായി സൂര്യചന്ദ്ര സ്വരൂപങ്ങളായി ഹരിഹരാത്മകങ്ങളായി 2 ബിന്ദുക്കൾ, അതിനു താഴെ ത്രിഗുണങ്ങളെയും ത്രിമൂർത്തികളെയും സൂര്യചന്ദ്രാഗ്നികളെയും സൂചിപ്പിക്കുന്ന ത്രികോണം. ഇവയെല്ലാം ചേർന്നതാണ് കാമകലയുടെ സ്വരൂപം. ഇതിനും ദേവീ ശരീരത്തിനും ഭേദമില്ല. ഈ അഭേദം മനസ്സിൽ ഭാവിച്ച് ആ കാമകലാ ത്രികൂടം തന്നെയാണ് സ്വശരീരമായിരിക്കുന്നത് എന്ന് ഭക്തൻ ധ്യാനിക്കണം. ഇതുകൊണ്ട് സർവപുരുഷാർത്ഥങ്ങളും സിദ്ധിക്കുന്നു. ശിവശക്തികളുടെ പ്രകടഭാവമാണ് കാമകല. മേൽപ്പറഞ്ഞ വിശിഷ്ട ധ്യാനത്തെയും കാമകല എന്ന നാമം സൂചിപ്പിക്കുന്നു. ഇനി നാമം 323 കദംബ കുസുമപ്രിയ. ഓം കദംബ കുസുമപ്രിയായൈ നമഃ. കടമ്പിൻ പൂക്കൾ ഇഷ്ടമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നിരവധി സ്തോത്രങ്ങളിൽ ദേവിക്ക് കടമ്പ് വൃക്ഷങ്ങളെയും കടമ്പിൻ്റെ പൂക്കളെയും ഇഷ്ടമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കടമ്പ് വനത്താൽ ചുറ്റപ്പെട്ട അഥവാ കടമ്പിൻ്റെ ഉദ്യാനത്തോടു കൂടിയ മണിദ്വീപത്തിലാണ് ദേവിയുടെ വാസസ്ഥാനമായ ചിന്താമണിഗ്രഹം നിലകൊള്ളുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. 60-ാം നാമത്തിലും നാം കദംബ വനവാസിനി എന്ന് പഠിച്ചിട്ടുണ്ട്. കദംബം കൽപ്പക വൃക്ഷമാണെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു.
സന്താനം, ഹരിചന്ദനം, മന്ദാരം, പാരിജാതം, കദംബം എന്ന് 5 ദേവവൃക്ഷങ്ങളുണ്ട്. ഇവ യഥാക്രമം മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഹൃദയം എന്നിവയെ കുറിക്കുന്നുവെന്ന് വ്യാഖ്യാനം. കദംബ കുസുമങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നു പറയുമ്പോൾ ഭക്തൻ്റെ മനസ്സിലുള്ള സദ്വാസനകളെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് വ്യാഖ്യാനം. കൂടാതെ ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ 11ാമത്തെ നാമമാണ് കദംബ കുസുമപ്രിയ എന്നുള്ളത്. നാമം 324 കല്യാണി. ഓം കല്യാണ്യൈ നമഃ. കല്യ അധികം അണതി എന്നാണ് പദം പിരിക്കുന്നത്. കല്യ എന്നാൽ മംഗളവാക്ക്, അണതി എന്നാൽ ഉച്ചരിക്കുന്ന. കല്യാം അണതീതി കല്യാണി എന്ന് വിഗ്രഹം. അപ്പോൾ കല്യാണി എന്നാൽ മംഗളസ്വരൂപിണി അഥവാ മംഗളവാക്കുകൾ ഉച്ചരിക്കുന്നവൾ എന്നാണ് അർത്ഥം. മംഗളസ്വരൂപത്വാത് കല്യാണി എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. മലയാചലവാസിനിയായ ദേവിക്ക് കല്യാണി എന്നാണ് പേരെന്നും സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു. സർവമംഗളകാരിണിയായ ഗോമാത എന്നും കല്യാണി എന്ന നാമത്തിന് അർത്ഥമുണ്ട്. കാമധേനുവിൻ്റെ രൂപം ധരിച്ചവൾ എന്നും വ്യാഖ്യാനമുണ്ട്. തൻ്റെ ഭക്തർക്ക് കാമധേനുവിനെ പോലെ സർവകാമകളും നൽകുന്ന സർവമംഗളകാരിണി എന്ന് നാമത്തിന് വ്യാഖ്യാനം കാണുന്നു. സർവമംഗളമാംഗല്യയായി ദേവിയെ ദേവീമാഹാത്മ്യത്തിൽ 11ാം അധ്യായത്തിലെ നാരായണീ സ്തുതിയിൽ സ്തുതിക്കുന്നു. ഈ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അത് പ്രസക്തമാണ്. ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ 2ാമത്തെ നാമവും കല്യാണി എന്നാണ്. കല്യാണം എന്ന പദത്തിന് മംഗളം എന്നാണ് പ്രസിദ്ധമായ അർത്ഥം. സ്വർണം എന്നും അർത്ഥമുണ്ട്. മംഗളരൂപിണിയായതുകൊണ്ട് ദേവിക്ക് കല്യാണി എന്ന നാമം ലഭിച്ചു. ഇനി നാമം 325 ജഗതീകന്ദ. ഓം ജഗതീകന്ദായൈ നമഃ. ജഗതി അധികം കന്ദ. ജഗതി എന്നാൽ ജഗത്ത്, കന്ദം എന്നാൽ മൂലം അഥവാ കാരണം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് മൂലകാരണമായവൾ എന്ന് സാരം. കന്ദം എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. പൂരകമാകുക, ചെടികളുടെ കിഴങ്ങ്, മേഘം മുതലായവ. ചെടികളുടെ കിഴങ്ങ് ചെടികൾക്കാവശ്യമായ ശക്തി നൽകുന്നതുപോലെ ദേവി ഈ ജഗത്തിനെ ശക്തിയായി നിർത്തുന്നുവെന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ പറയുന്നു. ദേവിയാകുന്ന അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ലോകം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത അധ്യായം 15 പുരുഷോത്തമ യോഗത്തിലെ 1ാമത്തെ ശ്ലോകവുമായി ഈ നാമത്തെ സൗഭാഗ്യഭാസ്കര ഭാഷ്യത്തിൽ താരതമ്യപ്പെടുത്തുന്നു. ഊർധ്വമൂലം അധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ഈ ശ്ലോകത്തിൽ സംസാരവൃക്ഷത്തെയും അതിന് പരമ്പൊരുളുമായുള്ള ബന്ധത്തെയും വിശദമായി ചിത്രീകരിച്ചിരിക്കുന്നു. അശ്വത്ഥവൃക്ഷത്തിൻ്റെ രൂപകൽപ്പന ആശയത്തെ വ്യക്തമാക്കുന്നു. അശ്വത്ഥം എന്നാൽ അരയാല്. വേരുകൾ മുകൾ ഭാഗത്തും ശാഖകൾ താഴേക്കും. വേരുകൾ പരമാത്മാവിലാണ്. വൃക്ഷം വേരിലൂടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം വലിച്ചെടുക്കുന്നു. പരമാത്മാവിൽ നിന്ന് ഉണ്ടായതും പരമാത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ പ്രപഞ്ചത്തെ അശ്വത്ഥവൃക്ഷവുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ലോകം നിറഞ്ഞിരിക്കുന്നവളെന്ന് ജഗതീകന്ദ എന്ന നാമം അർത്ഥമാകുന്നു. ജഗത്യാ കന്ദോ യസ്യാം സ എന്ന് വിഗ്രഹം. നാമം 326 കരുണാരസ സാഗര. ഓം കരുണാരസ സാഗരായൈ നമഃ. കരുണയാകുന്ന രസത്തിൻ്റെ സാഗരം പോലെ ഇരിക്കുന്നവൾ, അതായത് അത്യന്തം കരുണയോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം.
സമുദ്രത്തിൽ ജലമെന്ന പോലെ ദേവിയിൽ കരുണ നിറഞ്ഞിരിക്കുന്നു. കരുണാ രസാസാഗര യസ്യാം സാ എന്ന് വിഗ്രഹം. കരുണാരസം നിറഞ്ഞ അനേക രസങ്ങളെ ഉള്ളിൽ ധരിക്കുന്നവൾ എന്ന് അർത്ഥം. ലളിതാ ത്രിശതി സ്തോത്രത്തിലെ 9ാമത്തെ നാമം കരുണാമൃത സാഗര എന്നാണ്. കരുണയാകുന്ന സമുദ്രത്തിന് സമുദ്രമായവൾ. തൻ്റെ സന്താനങ്ങളായ എല്ലാ ജീവികളോടും കരുണയുള്ളവളാണ് ലളിതാംബിക. ദേവിയുടെ കാരുണ്യം അമൃതം പോലെയാണ്. ജരാനരകളും മൃത്യുവും ഒഴിവാക്കുന്ന ദിവ്യ ഔഷധമാണ് അമൃതം. ദേവിയുടെ കാരുണ്യം എല്ലാ ആപത്തുകളെയും നശിപ്പിക്കുന്നു. ദേവീ കാരുണ്യത്തിന് അളവോ അതിരുകളോ ഇല്ല. അതുകൊണ്ടാണ് സാഗരമെന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. കടൽ പോലെ വിസ്തൃതമായതാണ് അത്. പാൽക്കടൽ കടഞ്ഞു കിട്ടിയ സത്താണ് അമൃതം. കരുണയാകുന്ന അമൃതം നിറഞ്ഞ സമുദ്രമായി ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നു. കരുണാരസസാഗര എന്ന നാമത്തെ ത്രിശതി സ്തോത്രത്തിൽ വീണ്ടും വർണ്ണിച്ചിരിക്കുന്നു. കടാക്ഷസ്യന്തി കരുണ എന്നും 151ാമത്തെ നാമം. പിന്നെ 153ാം നാമത്തിൽ കാരുണ്യ വിഗ്രഹ എന്നും. കരുണ പ്രവഹിക്കുന്ന കടാക്ഷത്തോട് കൂടിയവളാണ് ദേവി. തൻ്റെ സന്താനങ്ങളായ എല്ലാ ചരാചരങ്ങളെയും കാരുണ്യപൂർണമായ കടാക്ഷ വീക്ഷണം കൊണ്ട് പോറ്റുന്നവൾ. അജ്ഞത കൊണ്ടോ അവിവേകം കൊണ്ടോ അപ്രാപ്തി കൊണ്ടോ ചെയ്തു പോകുന്ന തെറ്റുകൾ പുറത്ത് അനുഗ്രഹിക്കുന്നവൾ. സൗന്ദര്യ ലഹരിയിൽ 93ാമത്തെ ശ്ലോകത്തിൽ ദേവിയെ പരമശിവൻ്റെ ജഗത് രക്ഷകയായ കരുണാശക്തിയായി വിവരിക്കുന്നു. പരമശിവൻ്റെ കാരുണ്യവായ്പ് മാതൃഭാവം കൈക്കൊണ്ടതാണ് മായ, ശുദ്ധവിദ്യ, ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നിവരെന്നും ശംഭുവിൻ്റെ കാരുണ്യം തന്നെയായ ദേവിയുടെ മന്ദഹാസത്തിൽ കാപട്യമില്ല എന്നും കാരുണ്യം മാത്രമാണ് ഉള്ളതെന്നും ശ്ലോകം വ്യക്തമാക്കുന്നു. ജഗത്രാതും ശംഭോർ ജയതി കരുണ കാജി തരുണ എന്ന ശ്ലോകം. ആ വരി അവ്യാജ കരുണാമൂർത്തിയായ ലളിത പരമേശ്വരിയുടെ ലോകജനനീത്വം സ്പഷ്ടമാക്കുകയാണ് ഈ വരികളിൽ. ദേവി അവ്യാജ കരുണാമൂർത്തിയാണെന്ന് ലളിതാ സഹസ്രനാമത്തിലുമുണ്ട്. നാമം 992. ഭക്തന് തെറ്റുകൾ പറ്റിയാൽ അവയെല്ലാം പുറത്ത് അനുഗ്രഹിക്കുന്ന കരുണാമയിയാണ് ദേവി. മക്കൾക്ക് കാലിടറിയാൽ വാത്സല്യത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശുശ്രൂഷിച്ച് ആശ്വസിപ്പിക്കുന്ന അമ്മയാണ് ദേവി. കാപട്യമില്ലാത്ത കാരുണ്യം തന്നെ മൂർത്തിഭവിച്ചവളാണ് ദേവി. കഴിവുകേടുകൊണ്ടോ വിധി മൂലമോ വാസനാബലം കൊണ്ടോ ഉപാസകന് തെറ്റുപറ്റാം. കഴിവുകേടുകൊണ്ടോ വിധി മൂലമോ വാസനാബലം കൊണ്ടോ ഉപാസകന് തെറ്റുപറ്റാം. എന്നാൽ ഭക്തൻ പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്ന് ഈ നാമം ഉറപ്പു തരുന്നു. ഈ ഭുവനത്തിന് തന്നെ മാതാവായ അമ്മയായ ദേവി തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ തെറ്റുകളും പൊറുക്കുന്നു. ദേവി അരുണവർണ്ണമാർന്നവളും കാരുണ്യം ഓളം വെട്ടുന്ന കണ്ണുകളോട് കൂടിയവളുമാണെന്ന് ധ്യാന ശ്ലോകത്തിൽ തന്നെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അരുണാം കരുണാതരംഗിതാക്ഷീം എന്ന ശ്ലോകം. 326 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 327 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും 11-ാം തീയതി വെള്ളിയാഴ്ച പറയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദേവിയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഒപ്പം പ്രാർത്ഥനകളും. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.